ബംഗളൂരുവിൽ ക്രൂരമായ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട തൃശൂർ സ്വദേശിനി സുനിത വെറുമൊരു ഇരയല്ല, മറിച്ച് അധികാര കേന്ദ്രങ്ങളെ വിറപ്പിച്ച സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന് വേട്ടയാടപ്പെട്ടൊരു സ്ത്രീയാണ്. കേരളത്തെ നടുക്കിയ ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതി ഷെറിന് ജയിലിൽ വഴിവിട്ട് സൗകര്യങ്ങൾ ലഭിക്കുന്നുവെന്ന് വെളിപ്പെടുത്തിയതോടെയാണ് സുനിതയെക്കുറിച്ച് ആദ്യം കേൾക്കുന്നത്. പിന്നീട് ജീവിക്കാനായി ബംഗളൂരുവിലെ തെരുവുനായ ഷെൽട്ടറിൽ ജോലി, അവിടെ വെച്ച് ക്രൂരമായ മർദ്ദനവും മരണവും. സുനിതയുടെ കൊലപാതകവും ഷെറിനെതിരായ വെളിപ്പെടുത്തലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രതി ദീപക് കൃഷ്ണൻ പിടിയിലായതോടെ കേസിൽ സത്യങ്ങൾ പുറത്തുവരുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. തൃശൂർ വാടാനപ്പള്ളി സ്വദേശിനി സുനിതയെ അതിക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് തിരഞ്ഞുകൊണ്ടിരുന്ന പ്രതി ദീപക് കൃഷ്ണൻ കന്യാകുമാരിയിൽ നിന്നാണ് പിടിയിലായത്. കൊല്ലം സ്വദേശിയായ ദീപക് ബംഗളൂരുവിൽ തെരുവുനായ്ക്കളെ സംരക്ഷിക്കുന്ന ഷെൽട്ടർ ഹോം നടത്തിവരികയായിരുന്നു. ബംഗളൂരുവിലെ നായ വളർത്തൽ കേന്ദ്രത്തിന് സമീപത്തെ ചെറിയ വീട്ടിൽ 16 നായ്ക്കളാണ് ഉണ്ടായിരുന്നത്. സുനിതയ്ക്കൊപ്പം ബന്ധുവായ പെൺകുട്ടിയും ചന്ദ്രാപ്പിന്നി സ്വദേശിനിയായ യുവതിയും ജോലിക്ക് പോയിരുന്നു. ദീപക് മോശമായി പെരുമാറാൻ തുടങ്ങിയപ്പോൾ ജോലി മതിയാക്കുകയാണെന്ന് ഇവർ അറിയിച്ചു. ഇതോടെയാണ് ദേഹോപദ്രവത്തിന്റെ തുടക്കം. നാട്ടിലേക്ക് മടങ്ങുകയാണെന്ന വിവരം മെയ് 3 വൈകിട്ട് ഇവർ ദീപകിനെ അറിയിച്ചതോടെ ക്രൂരമായി മർദ്ദിച്ചു. സുനിത അബോധാവസ്ഥയിലായപ്പോൾ മറ്റ് 2 പെൺകുട്ടികൾക്കൊപ്പം വീട്ടിൽ പൂട്ടിയിട്ട് ദീപക് പുറത്തേക്ക് പോയി. ഇവർ പോലീസിനെ അറിയിച്ചപ്പോൾ 2 പോലീസുകാർ അന്വേഷിച്ചെത്തി പൂട്ട് തകർത്ത് അകത്ത് കയറി സുനിതയെ ആശുപത്രിയിലാക്കി. വിവരമറിഞ്ഞ് ഭർത്താവ് ഷിൻഡോ ബംഗളൂരുവിലെത്തി ഭാര്യയെ തൃശൂരിലെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ദീപക് കൃഷ്ണ കൊടും ക്രിമിനലും തട്ടിപ്പുകാരനുമെന്നാണ് വിവരം. 2017 ദുബായിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത ശേഷം ദീപക് വ്യാജ പാസ്പോർട്ടിൽ ഇന്ത്യയിലേക്ക് കടക്കുകയായിരുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചു. കൊച്ചി പൊന്നുരുതിയിലുള്ള വെറ്ററിനറി ആശുപത്രിയിൽ അതിക്രമം നടത്തിയതിനും 500 രൂപ നോട്ടുകൾ കീറിയെറിഞ്ഞതിനും ദീപകിനെതിരെ കേസുകളുണ്ട്. ഇതിന് പുറമെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തും കേസുണ്ട്. IT മേഖലയിൽ ജോലി ചെയ്തിരുന്ന കൊല്ലം സ്വദേശിയായ ദീപക് 2011 ദുബായിൽ തട്ടിപ്പുകൾക്ക് തുടക്കമിട്ടത്. കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ മരുമകനാണെന്ന് പറഞ്ഞ് ഇരകളുടെ വിശ്വാസം ആർജിച്ചു. ഒട്ടേറെ പേരിൽ നിന്ന് നിക്ഷേപവും വാങ്ങി. എന്നാൽ 3 വർഷത്തിന് ശേഷം ബിസിനസ് ലാഭകരമല്ലെന്ന വാദവുമായി എത്തി. നിക്ഷേപം 3 മാസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കുമെന്നും വാഗ്ദാനം നൽകി. എന്നാൽ ഇരകളുടെ അന്വേഷണത്തിൽ ദീപകിന്റെ പേരിൽ കമ്പനിയില്ലെന്ന് വ്യക്തമായതോടെ കേസായി. 4 കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടു. 6 മാസം ജയിലിൽ കിടന്ന ശേഷം പുറത്തിറങ്ങി. 2017 വ്യാജ പാസ്പോർട്ടിൽ കേരളത്തിലേക്ക് കടന്നു. കൊച്ചിയിൽ തെരുവ് നായ്ക്കളുടെ സംരക്ഷകനായി വിലസുന്ദരുടെ ഒട്ടേറെ സ്ത്രീകളോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണവും പലരും സമൂഹ മാധ്യമങ്ങളോട് ഉന്നയിക്കുന്നുണ്ട്. ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതി ഷെറിന് ജയിൽ ഉദ്യോഗസ്ഥരുമായി ഉണ്ടായിരുന്ന അവിഹിത ബന്ധത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത് സുനിതയാണ്. ഷെറിന് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ വിവരാവകാശ രേഖകൾ സഹിതം സുനിത പോരാട്ടം നടത്തി. വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ തനിക്കെതിരെ പോലീസ് പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിച്ചുവെന്ന് സുനിത ആരോപിച്ചിരുന്നു. ലഹരിമരുന്ന് കേസിലും ഗുണ്ടാബന്ധം ആരോപിച്ചും പോലീസ് തന്നെ നിരന്തരം വേട്ടയാടുകയാണെന്നും സദാസമയവും നിരീക്ഷണത്തിലാണെന്നും അവർ സുഹൃത്തുക്കളോട് വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബംഗളൂരുവിലെ അവരുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ശക്തമാകുന്നത്. സുനിതയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 തൃശൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.